നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൻ്റെ 28-ാം ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. അതിൽ തപസ്സിനെ കുറിച്ചാണ് നാം ശ്രദ്ധിച്ചത്. തപസ് എങ്ങനെയാണ്, എന്താണ് തപസ് എന്നൊക്കെ നാം കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. അടുത്ത ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 29. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാപരി പ്രാണാപാനാഗതി രുധ്വ പ്രാണായാമപരായണാഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ തപസ്സിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഈ ശ്ലോകത്തിൽ പ്രാണായാമത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതേപോലെ മുകളിൽ നമ്മൾ മറ്റേ തപസ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ, തപസ് ചെയ്യുന്നത് പോലെ ചില സാധകർ അപാനവായുവിൽ പ്രാണവായുവിനെ ഹവനം ചെയ്യുന്നു. അപാനനെയും പ്രാണവായുവിൽ അപാനനെയും ഹോമിക്കുന്നു. വേറെ ചിലരാകട്ടെ അപാനന്മാരുടെ ഗതിയെ നിരോധിച്ച് പ്രാണായാമ അഭ്യാസത്തിൽ തൽപരരായിരിക്കുന്നു. അതായത് പുറത്തുനിന്ന് പ്രാണവായുവിനെ എടുത്ത് അപാനവായുവിൽ ലയിപ്പിക്കുന്നതാണ് പൂരകം. ഇതിൽ പുറത്തുള്ള വായുവിനെ അകത്ത് നിറച്ച് പ്രാണവായുവിൽ അപാനവായുവിനെ ലയിപ്പിക്കുന്നു. വായുവിനെ ബലം പ്രയോഗിച്ച് പുറത്തു നിർത്തുന്ന ക്രിയ രേചകം എന്ന് പറയുന്നു. അപാനന്മാരുടെ ഗതിയെ തടഞ്ഞുകൊണ്ട് ചിലർ കുംഭകം എന്ന പ്രാണക്രിയ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ പൂരകം, രേചകം, കുംഭകം എന്നീ പ്രാണായാമ ക്രിയകളെയാണ് ഇവിടെ ഭഗവാൻ വർണ്ണിച്ചിട്ടുള്ളത്. പൂരകം, കുംഭകം, രേചകം. പ്രാണായാമം എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 30. അപരേ നീതാഹാര പ്രാണൻ പ്രാണേഷു ജുഹ്വതി സർവേ അപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷവിതകൽമുഷാഃ. ഈ ശ്ലോകം പ്രാണായാമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മറ്റ് ചില യോഗികളാകട്ടെ നിയമിതമായ ആഹാരം കഴിച്ചുകൊണ്ട് പ്രാണനിൽ തന്നെ ഹോമിക്കുന്നു. ഇവരെല്ലാം യജ്ഞത്തിൻ്റെ മർമ്മമറിഞ്ഞവരാണ്. ഇവരെല്ലാം യജ്ഞത്തിലൂടെ പാപങ്ങളെ ഇല്ലാതാക്കുന്നു. അതായത് ഈ കാര്യം സുവ്യക്തമായി അഥർവവേദത്തിൽ പറയുന്നുണ്ട്. പ്രാണ സാധനയാൽ ശരീരത്തിൽ സ്വാസ്ഥ്യവും മനസ്സിൽ നിർമ്മലതയും ബുദ്ധിയിൽ ദീപ്തിയും ഉണ്ടാകും. അതിലൂടെ ജ്ഞാനം പ്രാപ്തമാക്കി ഉത്തമ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. ഇതേ കാര്യം മറ്റൊരു അഥർവ മന്ത്രത്തിൽ കൂടി പറയുന്നുണ്ട്. നാം പ്രാണസാധനയിലൂടെ സമസ്ത ഇന്ദ്രിയങ്ങളുടെയും പ്രാണശക്തിയെ സമ്പന്നമാക്കണം. 100 വർഷ ആയുസ് നേടണം. ചെവി, മൂക്ക്, കണ്ണ് എന്നിവയുടെ നേരായ വ്യാപാരത്തിലൂടെ അജ്ഞാനമാകുന്ന നമ്മുടെ അന്ധതയെ ഇല്ലാതാക്കാം. മുഖം, ത്വക്ക്, കൈകൾ എന്നിവ നേരാമണ്ണം ഉപയോഗിച്ചാൽ ധനം ലഭിക്കുന്നു. പായു, ഉപസ്ഥം, പാദം എന്നിവ ഉപയോഗിച്ചാൽ ശരീരം ലോഹ സമാനമായി തീരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ വലിയ വേദജ്ഞാനിയായിരുന്നു. അതിനാൽ അദ്ദേഹം അഥർവത്തിലെ മറ്റൊരു മന്ത്രം കൂടി ഇവിടെ സമന്വയിപ്പിക്കുന്നുണ്ട്. കാണുക, നമുക്ക് ശ്രദ്ധിക്കാം. പ്രാണാദപാനത അസ്യ അന്ത രോചന ചരതി
അഥർവവേദത്തിൽ അത് പറയുന്നത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരം പ്രാണ അപാനന്മാരുടെ സാധനയാൽ സാധകൻ്റെ ഉള്ളിൽ ഹൃദയ ദേശത്തിൽ ദീപ്തി പരക്കുന്നുവെന്നാണ് ഈ പ്രസ്താവനയുടെ ഈ ശ്ലോകത്തിൻ്റെ രത്നച്ചുരുക്കം. ഗീതയുടെ രഹസ്യം വേദജ്ഞർക്ക് അറിയാൻ കഴിയൂ. നമുക്ക് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അഥർവവേദവും എല്ലാം ഇങ്ങനെ, അതുകൊണ്ടാണ് വേദജ്ഞർക്ക് പൂർണ്ണമായി അറിയാൻ കഴിയൂ. നമ്മളൊക്കെ അറിവിൻ്റെ കാര്യത്തിൽ ശിശുക്കളാണ്. കഴിഞ്ഞ പ്രാവശ്യം തപസ് എന്തെന്ന് പറഞ്ഞു, ഇപ്പോൾ പ്രാണായാമം പറഞ്ഞു, തുടർന്ന് ആഹാര പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു, പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു, ശരീരം എങ്ങനെ ഓരോ ഭാഗങ്ങളും മുഖം, ത്വക്ക്, അങ്ങനെ കൈകളൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭസുദിനം.